ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു ദോഷമുണ്ട്. ആ ദോഷം മാറാതെ എന്തു ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, നമുക്ക് വേണ്ട രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകത്തില്ല. ആ ദോഷം മാറാൻ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്തു നോക്കുക, നിങ്ങളുടെ ആ ദോഷങ്ങൾ മാറും. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു ദോഷമാണ്. അതേത് ദോഷമാണ്, അതിനെന്താണ് ചെയ്യേണ്ടത്, ആരും പറഞ്ഞു തരാത്ത, ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ഒരു കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ കേൾക്കും മനസ്സിലാകും. ഞാനൊരു കാര്യം പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് സത്യസന്ധമായിട്ട് അത് പറഞ്ഞു തന്നിരിക്കും. അതിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പം ഈ ഒരു ദോഷം എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. അത് മാറാതെ എന്തു ചെയ്താലും ഒരു രക്ഷയുമില്ല. അത് മാറാൻ പൂർണ്ണമായിട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അതൊരു ഏറെക്കുറെ ഒരു അതിൽ കുറച്ച് മാറ്റം വരാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു നോക്കുക. ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അറ്റവും മൂല്യം കണ്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകരുത്. അതിന് ബന്ധം കാണാതിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുമ്പോൾ ഈ പറഞ്ഞു തരുമ്പോൾ എനിക്കും അതൊരു സന്തോഷമാണ്. കാരണം എനിക്ക് വാട്സപ്പിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടായി, ഈ മാറ്റം ഉണ്ടായി. അതൊരു സന്തോഷമാണ്. അല്ല ഞാൻ വെറുതെ കിടന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് കാണുവാണെങ്കിൽ മുഴുവൻ കാണുക, ശരിയായിട്ട് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിക്കുക, അതോടൊപ്പം പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. ഉറപ്പായിട്ടും ജീവിതത്തിൽ ഇതുവരെ രക്ഷപ്പെടാത്തൊരു രക്ഷപ്പെടും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഞാനീ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ലോകത്താരും പറഞ്ഞു തരത്തില്ല, ആരും. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നു? ഞാൻ ഒരു യോഗിയായിട്ട് ജീവിക്കുന്ന ആളാണ്. ശാസ്ത്രത്തിൽ മുഴുവൻ ഈശ്വരവിദ്യ ചെയ്യുന്ന ആളാണ്. വളരെ ചെറുപ്പത്തിലെ എനിക്ക് ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ ഞാൻ സ്വീകരിച്ചു. പിന്നെ ധാരാളം ശിവവിദ്യകൾ, ധാരാളം വിദ്യകൾ ചെയ്ത് എനിക്ക് ആ ഈശ്വരനാമം മാത്രം ജപിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ധാരാളം ആ ഗുരുക്കന്മാരുടെയും സന്യാസിവര്യന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകളും ജ്ഞാനവും, ആ ശിവഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ജ്ഞാനവും, സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കിട്ടിയ ജ്ഞാനവുമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലാകുന്നുണ്ട്? അല്ലാതെ ചുമ്മാ ഞാൻ എൻ്റെ ഇന്നേ വരെ വീഡിയോയിൽ വെറുതെ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു ഒന്നുമല്ല, അനുഭവമുള്ള കാര്യമേ പറയാറുള്ളൂ. സത്യസന്ധമായി പ്രാർത്ഥനയോടുകൂടി ആത്മാർത്ഥയോടുകൂടി ചെയ്തവർക്ക്, ശരിയായിട്ട് ചെയ്തവരുടെ ഒക്കെ ജീവിതം മാറിയിട്ടുണ്ട്. ശരിയായിട്ട് ചെയ്യാത്തവർക്ക് ഒരു പ്രയോജനം ഉണ്ടാകണമെന്നുമില്ല, അവർ ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പറ്റാത്തവർ കാണണ്ട, ചെയ്യണ്ട എന്ന് പറയത്തുള്ളൂ. ശരിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതാണ് വിശകലനം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം എത്രയോ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന, ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന നല്ല കാര്യവും വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. അത് ഒരു തവണ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞുതരും എങ്ങനെയാണ് അത് വിശ്വസിച്ച് ചെയ്യേണ്ടത്. പിന്നെ അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇതാണ് സാഹചര്യം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറില്ല, ഒരിക്കലും ഫ്രീ ആകാറില്ല വർഷങ്ങളായിട്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഉള്ളൂ, സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. അതുപോലെ വർക്കുകൾ വന്നു. അതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് പറയുന്നത്, ഫ്രീ ആകാറില്ല. അതുകൊണ്ടാണ് വാട്സപ്പ് ഇടാൻ പറയുന്നത്. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ നല്ല ആളുകൾക്ക്, ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ജീവിതം എങ്ങനെങ്കിലും പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജീവിതം നന്നായിട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നല്ല ആളുകൾക്ക്, ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു ദോഷമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും, എല്ലാവരും ബാധിച്ചിരിക്കുന്ന ഇപ്പോൾ എന്നാ ദോഷമാണ് ഉണ്ട്. യെസ്, ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലല്ലോ. എല്ലാവരും ബാധിച്ചിരിക്കുന്ന ഒരു ദോഷമുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. അതാണ് കർമ്മദോഷം. അപ്പം ചിലരൊക്കെ വിചാരിക്കും, കർമ്മദോഷം ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യാം, അതിനിപ്പോൾ എന്നാ ചെയ്യാനാണ്? ചെയ്താൽ മാറുന്ന കാര്യങ്ങളുണ്ട്,
പറയുന്ന കേൾക്കുക, ആവശ്യമുണ്ട് ചെയ്യുക, അതോടൊപ്പം പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. ആരും പറഞ്ഞുതരാത്ത കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്, കർമ്മദോഷം മാറാൻ വേണ്ടി. കാരണം ഞാൻ DNA ആസ്ട്രോളജിയും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അത് ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കേ അത് സാധിക്കത്തുള്ളൂ. അപ്പം കർമ്മദോഷം മാറാൻ വേണ്ടി എന്തു ചെയ്യണം? ഒരുപാട് കേട്ടിട്ടുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ജപം, ധ്യാനം, പിന്നെ അന്നദാനം, യെസ് ഓൾ ആർ എല്ലാം ശരി തന്നെ, അതൊക്കെ നല്ല. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. കർമ്മദോഷം മാറാൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, നമ്മൾ പെട്ടെന്ന് നമ്മൾ വിഷയത്തിലേക്ക് പോവുകയാണ്. കർമ്മദോഷം മാറാൻ മുരുകനെ വിളിക്കണം, നാഗദേവതയ്ക്ക് ഒരു കാര്യം ചെയ്യണം, ചെയ്തു നോക്കുക. പെട്ടെന്ന് കർമ്മദോഷം മുഴുവൻ മാറുമെന്നല്ല, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി തുറന്നു കിട്ടും, ഏറെക്കുറെ മാറിക്കിട്ടും. കാരണം കർമ്മദോഷം എന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങ് മാറത്തില്ല, കുറച്ച് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറെക്കുറെ നമ്മൾക്ക് മാറേണ്ടതായിട്ടുള്ളത്, നമ്മൾ രക്ഷപ്പെടാനുള്ളത് മാറി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. അതെന്താ മുരുകന് ചെയ്യണമെന്ന് പറഞ്ഞേ? എന്താ മുരുകന് ചെയ്യണമെന്ന് പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞത്, ആരും പറയാത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അതെന്താ മുരുകന് ചെയ്യണമെന്ന് പറഞ്ഞേ? അവിടെയാണ് കാര്യം കിടക്കുന്നത്. ഇതാ പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്തൊരു കാര്യമാണ്. ഞാൻ മുരുകനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ പറയുന്ന ഭദ്രകാളിയുടെ ആരും പറയത്തില്ല. ഞാൻ പറയുന്ന ശിവരഹസ്യങ്ങൾ, ശരനൂർ രഹസ്യങ്ങൾ ആരും പറയത്തില്ല. മുരുകൻ എന്ത് മന്ത്രം ജപിക്കണമെന്നുള്ള പറയുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നുള്ള പറയുന്നുണ്ട്, നാഗദേവതയ്ക്ക് എന്ത് ചെയ്യണമെന്നുള്ള പറയുന്നുണ്ട്. അല്ല, ലളിതമായ കാര്യം പറയത്തുള്ളൂ. എന്തുകൊണ്ട് മുരുകൻ്റെ കാര്യം പറഞ്ഞു? കാരണം അത് അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ, എന്നാലും നിങ്ങൾക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. മുരുകൻ ശിവൻ്റെ ചൈതന്യത്തിൽ നിന്നും പിറവിയെടുത്തതാണ്. അതായത് മുരുകൻ ഇപ്പോൾ സാധാരണ ജന്മം എടുക്കുന്നത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാണ്. അങ്ങനെയല്ല, ശിവൻ്റെ ചൈതന്യത്തിൽ നിന്നാണ് മുരുകൻ പിറവിയെടുത്തത്. മുരുകനെ കർമ്മം ബാധിക്കത്തില്ല, കർമ്മദോഷം ബാധിക്കത്തില്ല. അദ്ദേഹം ശിവൻ തന്നെയാണ്, അദ്ദേഹം എല്ലാത്തിനും അപ്പുറത്താണ്. അപ്പം മുരുകൻ്റെ ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നിങ്ങളെ കർമാസ് ന്യൂട്രലൈസ് ആവും, എന്നുവെച്ചാൽ കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും. അതിനുള്ള ശക്തി ഭഗവാനുണ്ട്. കാരണം പറഞ്ഞു തരാം, മഹാഗുരു അഗസ്ത്യരാണേലും അഗസ്ത്യരായത് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അഗസ്ത്യര ഗുരു മുരുകനാണ് എന്ന് വേണ്ട, എത്രയോ അതുപോലെയുള്ള മഹർഷീശ്വരന്മാരുടെ ഒക്കെ ഗുരുസ്ഥാനത്ത് മുരുകനാണ്. മുരുകൻ്റെ അനുഗ്രഹം കൊണ്ടേ അത് മാറത്തുള്ളൂ. മുരുകനാണ് വഴി. എന്തുകൊണ്ടാണ്? മുരുകൻ ശിവൻ്റെ ചൈതന്യത്തിൽ നിന്ന് പിറവിയെടുത്ത ശിവൻ തന്നെയാണ് മുരുകൻ. പാർവ്വതീദേവിയുടെ ശക്തിയുമുണ്ട്. ഗർഭപാത്രത്തിൽ നിന്നല്ല, പാർവ്വതീദേവിയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ മുരുകന് കർമ്മദോഷങ്ങൾ മാറ്റിത്തരാനുള്ള ശക്തി ഉണ്ട്. മുരുകൻ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം തന്നെയാണ്, ശിവൻ തന്നെയാണ്, പാർവ്വതീദേവി തന്നെയാണ്. അതുകൊണ്ടാണ് അഗസ്ത്യർക്ക് ഗുരുവായത്. അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ തലതൊട്ടപ്പൻ, എല്ലാ അഗസ്ത്യനിൽ നിന്ന് വന്ന വിദ്യകളാണ്. അഗസ്ത്യരുടെ ഗുരു മുരുകനാണ്. അപ്പം അതിപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ട് മുരുകന് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കിനിയും വഴിപാട് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും, എന്നാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലാതെ മുരുകന് പോയി ചെയ്യാന്ന് പറഞ്ഞാൽ മുരുകൻ ആരാന്ന് അറിയണം, ആദ്യം മുരുകൻ്റെ ശക്തി എന്താണെന്ന് അറിയണം. എന്നാലേ മുരുകന് ചെയ്താൽ അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇത് അപ്പം മുരുകന് എന്താണ് മുരുകന് ചെയ്യേണ്ടത്? അതും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ലളിതമായ കാര്യം ഞാൻ പറയത്തുള്ളൂ. 2 ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. 3 നാഗദേവതയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. അല്ല, ലളിതമായ കാര്യം ഞാൻ പറയത്തുള്ളൂ. വീട്ടിൽ ചെയ്യേണ്ട എന്താണ്? നമ്മൾ രാവിലെ കിടക്കപ്പായിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങളൊക്കെ പല മന്ത്രങ്ങളും ജപിക്കുന്നവരായിരിക്കും. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാവരും മന്ത്രങ്ങൾ ജപിക്കുന്നവരായിരിക്കും. അപ്പം നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ച് കഴിഞ്ഞ് അവസാനമായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുക. പടിഞ്ഞാട്ടിരുന്ന് ആദ്യം ജപിക്കണം. ഓം ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്രസ്വാമി വരവര സ്വാഹ. ഒന്നുകൂടെ പറയാം. ഓം ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്ര സ്വാമി വരവര സ്വാഹ. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതി കൊടുക്കാം, അതുപോലെ നോക്കിയിട്ട് ജപിക്കുക. ഈ ബാലസുബ്രഹ്മണ്യ മന്ത്രം നിങ്ങൾ പടിഞ്ഞാട്ടിരുന്ന് 3 തവണ വാഗുകൊണ്ട് ജപിക്കുക. എന്നിട്ട് വടക്കോട്ടിരുന്ന് 3 തവണ ജപിക്കുക. മറ്റുള്ള മന്ത്രങ്ങൾ ജപിച്ച് കഴിഞ്ഞ് മതി. പടിഞ്ഞാട്ടിരുന്ന് മന്ത്രം ജപിക്കുന്നവരും പിന്നെ
വടക്കോട്ടിരുന്ന് മന്ത്രം ജപിക്കുന്നവരും ഒക്കെ ഉണ്ട് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നത്. അവർ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചിട്ട് അവസാനം ജപിച്ചാൽ മതി. പടിഞ്ഞാട്ടിരുന്ന് 3 തവണ ജപിക്കുക, വാ കൊണ്ട് കണ്ണ് തുറന്ന് ജപിക്കുക, വടക്കോട്ടിരുന്ന് ജപിക്കുക. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾ ഹൃദയത്തിൽ ഭഗവാനെ ഒന്ന് ധ്യാനിച്ച് അല്പനേരം ഒരു ചിന്തയില്ലാതെ ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ഇരിക്കണം. അവിടെ അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. വടക്കോട്ട് തിരിഞ്ഞും ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ഭഗവാനെ നമ്മൾ വാ കൊണ്ട് ജപിച്ചു കഴിഞ്ഞ് ഭഗവാനെ ഹൃദയത്തിലൊന്ന് സങ്കല്പിച്ച് ഒരു ശ്രദ്ധയില്ലാതെ നിഷ്കളങ്കമായ മനസ്സോട് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ഇരിക്കണം. കണ്ണടച്ച് കണ്ണ് തുറന്നാണ് മന്ത്രം ജപിക്കുന്ന വാ കൊണ്ട്. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു. അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞത് ആരും പറഞ്ഞു തരത്തില്ല, ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തില്ല. അപ്പോൾ ഇത് ചെയ്യുക, വീട്ടിൽ ചെയ്യണം. ഇത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. ഈ ബാലസുബ്രഹ്മണ്യൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് യാതൊന്നുമില്ല. അത് നിങ്ങൾ അറിയുക. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ദിവസങ്ങളോളം പറഞ്ഞാലും തീരത്തില്ല. അത് പറയാനുള്ള ശക്തിയോ അറിവോ കഴിവോ എനിക്കില്ല. അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ബാലസുബ്രഹ്മണ്യൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരത്തില്ല. അതുപോലെ ശക്തിയുണ്ട് ബാലസുബ്രഹ്മണ്യന്. മഹർഷിമാരും യോഗിമാരും സിദ്ധന്മാരും എല്ലാം ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. ഭഗവാനെ വിളിക്കാതെ ഒരു വിദ്യയില്ല, ഒരറിവുമില്ല, ഒരു ജ്ഞാനവുമില്ല. എല്ലാം കാരണം ഭഗവാൻ ശിവൻ തന്നെയാണ്, പാർവതീദേവി തന്നെയാണ്. ഭഗവാൻ എല്ലാത്തിനും അപ്പുറത്താണ്. ഭഗവാനെ ഒന്നും ബാധിക്കത്തില്ല. ഭഗവാൻ എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് ഭഗവാൻ. ഇപ്പം ബാലസുബ്രഹ്മണ്യ മന്ത്രത്തിന് പ്രത്യേക ശക്തിയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളുക. പ്രത്യേക ശക്തിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 2 പ്രാവശ്യം പറഞ്ഞു കേട്ടോ. നമ്മൾ എന്തുവാ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അതിന് പറയുന്നതാണ്. ഇനിയും വീട്ടിൽ ചെയ്തു, ദിവസവും ചെയ്യാം. ഒരു കാര്യമായി. ഇനി രണ്ടാമത്തെ കാര്യം, ഞായറാഴ്ച നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ പോയി ഓം ശരവണ ഭവ ജപിച്ച് അവിടെ ഓം ശരവണ ഭവ എന്ന മന്ത്രം ജപിച്ചാൽ മതി. ഒരു നെയ്വിളക്ക് കയ്യിൽ പിടിച്ച് 6 വലത്ത് വെച്ച് 6ാമത്തെ വലത്തിന് നെയ്വിളക്ക് തെളിയിച്ച് സാമ്പത്തികം ആവശ്യപ്പെട്ട്, എല്ലാവർക്കും മെയിൻ പ്രശ്നം സാമ്പത്തികമാണല്ലോ, ആവശ്യപ്പെട്ട് നടക്കി വെക്കുക. ഭഗവാനോട് പ്രാർത്ഥിക്കുക. വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. എങ്ങനെ സാമ്പത്തികം വരാനാണെന്നുള്ളത് ഭഗവാന് വിടുക. അങ്ങനെ ചിന്തിക്കുമ്പോഴേ ഈ പ്രശ്നം വരുന്നത്. അത് നമുക്ക് സംശയം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം നെയ്വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന് സാമ്പത്തികം വരാനാണ്? എനിക്ക് എവിടുന്ന് സാമ്പത്തികം വരാനാണ്? എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ, എനിക്ക് അതിനുള്ള തൊഴിലില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ വരത്തില്ല. അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ നടക്കി വെച്ച് ഭഗവാനെ വിശ്വസിക്കുക. നടക്കി വെച്ച് കഴിഞ്ഞ് ഒന്നും ചിന്തിക്കുന്നില്ല, അതും ശരിയാണ്. ഭഗവാൻ നിങ്ങൾക്ക് സാമ്പത്തികം തരാനുള്ള ശക്തിയുണ്ട്. അപ്പം നിങ്ങളിൽ തന്നെ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. വിശ്വസിച്ചില്ലെങ്കിൽ അതുപോലെ ഇരിക്കും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിച്ച് സാമ്പത്തികം പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അതേക്കുറിച്ച് ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ്? ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട്. എങ്ങനെയെന്നുള്ള ഭഗവാൻ ശരിയാക്കിക്കോളും. അവിടെ ലോജിക്കില്ല. വിത്തൗട്ട് എനി ലോജിക്. പറഞ്ഞാൽ മനസ്സിലായോ? എങ്ങനെയെന്നുള്ള വഴിയൊക്കെ ഭഗവാൻ തന്നോളും. പിന്നെ നമ്മൾ പ്രയത്നിക്കണം, അത് വേറെ കാര്യം. നമുക്ക് മാർഗ്ഗങ്ങൾ ഭഗവാൻ തന്നുകൊണ്ടിരിക്കും. അവിടെ ഭഗവാനെ വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ നാഗദേവതയുടെ അടുത്ത് വരണം. ഇത് രാവിലെ ചെയ്യുക കേട്ടോ. മുരുകക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ നാഗദേവതയുടെ മുന്നേ വന്നിട്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ ഒരു മൺചിരാതിനകത്ത് അല്പം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് വയ്ക്കുക. പടിക്കെട്ടിനകത്തേക്ക് വെക്കരുത്, പടിക്കെട്ടേ വെക്കുക. നാഗരാജാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് സാമ്പത്തികം നൽകണേ, ഉയർച്ച നൽകണേ. എന്തുകൊണ്ട് ഞായറാഴ്ച മുരുകക്ഷേത്രത്തിലെ സർപ്പത്തിൻ്റെ നടയിൽ ചെയ്യണമെന്ന് പറഞ്ഞു? ശ്രദ്ധിച്ചു കേട്ടോണം. ഞായറാഴ്ച മുരുകന് പ്രധാനമാണ്. മുരുകപ്രീതി ഉണ്ട്, സർപ്പപ്രീതി ഉണ്ടാവും. ഞായറാഴ്ച സർപ്പങ്ങൾക്കും പ്രധാനമാണ്. ദാറ്റ്സ് ഓൾ. ഇതിനൊക്കെ ഓരോ കാരണമുണ്ട്, ചുമ്മാ അങ്ങ് പറയുന്നതല്ല. അതിൻ്റെതായ രീതി ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ. ചുമ്മാ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെറുതെ സമയം കളയാന്നുള്ളൂ. ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ. ചെയ്യേണ്ട രീതി ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്, അല്ലാത്തവർക്ക് ഒരു ഫലം ഉണ്ടാകത്തുമില്ല. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പം ഞായറാഴ്ച മുരുകക്ഷേത്രത്തിലെ സർപ്പത്തിന് നട ഇത് ചെയ്യുക. നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഒരു മന്ത്രവും ജപിക്കണ്ട. ഞാൻ എന്തുകൊണ്ടാണ് മന്ത്രം പറയാത്തത്? നാഗരാജാവിൻ്റെ നാഗദേവതയുടെ മന്ത്രം എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇന്നെ അവരെൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? നാഗദേവതകളുടെ മന്ത്രം ജപിക്കുമ്പോൾ നിഷ്ഠാചര്യ മനഃശുദ്ധി ആ കാര്യങ്ങൾ പാലിച്ചിരിക്കണം. അല്ല അത് ജപിച്ചാൽ അത് പാളിച്ച് പറ്റിയാൽ അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ വരും. നാഗദേവതകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദേവതകളെ പോലെ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നാൽ അതൊരാൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്നെനിക്ക് നിർബന്ധമുണ്ട്. പറഞ്ഞ് മനസ്സിലാകുന്നു?
ഒരാൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകാവുള്ളൂ എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞാൻ ആ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണ്. ഓരോ ശാസ്ത്രത്തിലും ആ ഈശ്വര വിദ്യ ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഞാൻ ചുമ്മാ അതും ഇതും കാര്യങ്ങൾ പറയാറില്ല. പിന്നെ ജപിക്കുന്നവർ ജപിക്കുക, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ സാധാരണക്കാരൻ ഒരു മന്ത്രവും ജപിക്കണ്ട. പിന്നെ ഇപ്പോൾ പൂജ ചെയ്യുന്നവർ തിരുമേനിമാർ അവർക്കൊക്കെ ജപിക്കുക, അവർക്കൊക്കെ ചര്യാനിഷ്ഠ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ കുഴപ്പമില്ല. സാധാരണക്കാരന് ചര്യാനിഷ്ഠ ഒന്നും പാലിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ നിലയിൽ പറഞ്ഞതാണ്. അപ്പോൾ നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ വിളിച്ചവർക്ക് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്, കടങ്ങൾ മാറിയിട്ടുണ്ട്, ശത്രുദോഷങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനിയും നാഗരാജാവിൻ്റെ മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. മുരുകൻ്റെ രഹസ്യം പറഞ്ഞല്ലോ, കർമ്മദോഷം മാറ്റാൻ പറ്റും. നാഗരാജാവിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ എത്ര തടസ്സത്തിൽ നിൽക്കുന്ന അവസ്ഥയിലും നാഗരാജാവ് വിചാരിച്ചാൽ നമുക്കൊരു വഴി തുറന്നു കിട്ടും. നമുക്കൊരു വഴി തുറന്നു കിട്ടുകയും ചെയ്യും, സാമ്പത്തികം വരികയും ചെയ്യും, കടങ്ങൾ മാറാനും. നമുക്ക് വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തടസ്സപ്പെട്ട് നിന്ന് പകച്ചു നിൽക്കുമ്പോൾ വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കാൻ, നമുക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തരാൻ ആർക്ക് പറ്റും? നാഗരാജാവിന് പറ്റും. നാഗരാജാവിന് ഒരു സത്യമുണ്ട്. മാത്രമല്ല, മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നാഗദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. മുരുകൻ പിണങ്ങിപ്പോയപ്പം സർപ്പരൂപം എടുത്താണ് മുരുകൻ. ആ സമയത്ത് സർപ്പരൂപം എടുത്തു. പിന്നെ അമ്മ പാർവതീദേവി ഷഷ്ടിവ്രതം എടുത്താണ് മുരുകൻ തിരിച്ചു വന്ന്. അപ്പം ആ പിണങ്ങിപ്പോയപ്പോൾ ആ സർപ്പരൂപം എടുത്താണ് ഭഗവാൻ. അപ്പം മുരുകപ്രീതി ഉണ്ടെങ്കിൽ സർപ്പപ്രീതി ഉണ്ടാവും. പിന്നെ മുരുകക്ഷേത്രത്തിലെ സർപ്പത്തിന് ആ വഴിപാടോടെ ചെയ്യുമ്പോൾ പൂർണ്ണമായാകും. അല്ലാതെ അതും ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല കർമ്മദോഷം മാറാൻ. പിന്നെയും പല കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും എളുപ്പം മാറാനുള്ള, പൂർണ്ണമായിട്ടല്ല, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ട, ഉയർച്ച ഉണ്ടാകാൻ വേണ്ട കർമ്മദോഷങ്ങൾ മാറാനുള്ള വിദ്യയാണ് ഞാൻ പറഞ്ഞത്. ഇതാരും പറഞ്ഞു തരത്തില്ല. എവിടെ വേണേലും എന്നെ വേണേലും കയറി നോക്കി ആരും പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇത് അറിയണം, അറിയാതെ പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഈശ്വരൻ നിശ്ചയിക്കുന്നതൊക്കെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് അവിടുന്ന് കിട്ടണം, ഈശ്വരനിൽ നിന്ന് കിട്ടണം. അങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത് നിങ്ങൾ ചെയ്യുക. ഞായറാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഒരു ഞായറാഴ്ച ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റം വരണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ മാറ്റം വരാം. കഴിവതും ആവർത്തിക്കുക. അപ്പോഴാണ് ജീവിതം മാറുന്നത്. അവിടെ വിശ്വാസത്തോടെ ചെയ്യുക. പിന്നെ നമ്മുടെ പ്രയത്നം, നമ്മുടെ തൊഴിലും നന്നായിട്ട് ചെയ്യുക. ബാക്കിയൊക്കെ ഈശ്വരൻ നൽകിക്കോളും. ഈ ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. പച്ചപ്പട്ടിനകത്ത് പണം വെച്ചവർക്ക് നല്ല സാമ്പത്തികം വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. പഴയ വീഡിയോ ചെയ്തിട്ടുള്ള പച്ച കോട്ടൺ തുണി മേടിച്ച് സഞ്ചി തയ്ച്ച് വീടിൻ്റെ വടക്കേ ഭിത്തിയിൽ തറച്ച് ഒരു സഞ്ചി 2 സഞ്ചി തയ്ക്കണം. ഒരു സഞ്ചിക്കകത്ത് ബാങ്ക് പാസ്ബുക്കും പണമൊക്കെ വെച്ചവർക്കും സാമ്പത്തികം വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആവർത്തിച്ച് മെസ്സേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ചാണകവെള്ളം രാവിലെ തളിക്കുന്നവർക്ക്, വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് അവർക്ക് നല്ല സാമ്പത്തികം വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഞാൻ ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ആ ഒരു അവധൂത രീതിയിൽ ജീവിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ ഈ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ അല്ല, മനസ്സുകൊണ്ട് ആ പ്രൗമദ്യത്തിൽ ആ നിശ്ചലത ധ്യാനിക്കുന്ന ആളാണ്. എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാം. എൻ്റെ 1500 വീഡിയോ ഉണ്ട്. ഈ 1500 വീഡിയോയിലേറെ ഉണ്ട്. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, എനിക്കൊന്നുമില്ല. കാരണം ഈ നാളെ ഒരിക്കൽ യൂട്യൂബിൽ നിന്നൊക്കെ വീഡിയോ പോകും. പിന്നെ അതും ഇതും അവിടെ ഇവിടെ ഓരോരുത്തരുടെ പുറകെ നടന്ന ലക്ഷങ്ങളും പോയി. അങ്ങനെ നടക്കേണ്ടവർ അങ്ങനെ നടക്കും. ഇത് എഴുതി വെക്കുന്ന ആളുകളുണ്ട്, ബുക്കിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ ആ ബുക്കുകളിൽ നിന്ന് എല്ലാത്തിനുള്ള പരിഹാരമുണ്ട്. ആ ഒന്നിൻ്റെ പുറകെ നടക്കേണ്ട അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എല്ലാ വഴികളും അതുകൊണ്ട്. സത്യസന്ധമായ ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരാൾക്ക് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. അതുപോലെ നാഗദേവതയെ വിളിക്കുമ്പോൾ രാവിലെ മാത്രമേ വിളിക്കാവുള്ളൂ. എൻ്റെ നാഗരാജാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ഞായറാഴ്ച രാവിലെ മുരുകക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം, വൈകിട്ടല്ല കേട്ടോ. നാഗദേവതകളെ വിളിക്കുന്ന എപ്പോഴും രാവിലെ ആയിരിക്കണം. അപ്പം ഞാനത് എനിക്ക് ശരിയൊന്നും ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക തടസ്സമുണ്ടോ, എല്ലാം തടസ്സപ്പെട്ട് നിൽക്കുകയാണോ, അതിന് ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. അതുപോലെ ഏത് കാര്യം നിങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ, എത്ര തടസ്സങ്ങൾ മാറാൻ, കച്ചവടമില്ലാത്തവർക്ക് കച്ചവടം ഉണ്ടാകാൻ, സാമ്പത്തിക തടസ്സം ഉള്ളവരുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ ഒരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. ഇത് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. നിങ്ങൾ കൈയും കാലും രാവിലെ കുളി കഴിഞ്ഞ് കൈയും കാലും മുഖം നനച്ചിട്ട് ഇടതുകാലം മുന്നോട്ട് വെച്ച്
അമ്മയെ ഭദ്രകാളിയമ്മേ, എനിക്ക് സമ്പത്ത് നൽകണേ, എനിക്ക് ഐശ്വര്യം നൽകണേ, എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ, എല്ലാവരും എനിക്ക് വശമായിരിക്കണേ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണേ. ഇത്രയും പ്രാർത്ഥിക്കുക വാഗുകൊണ്ട്. എന്നിട്ട് വലുതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. ഈ ഒരു പ്രാർത്ഥന വിളക്കിൻ്റെ സൈഡിൽ നിന്ന് കൈയും കാലും മുഖം കഴിയിട്ട് വിളക്കിൻ്റെ മുന്നിലുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ടും ചെയ്യാം. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിക്കാം. ഇത് വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറും, കുടുംബ കലഹങ്ങൾ മാറും. വീട്ടിലും ചെയ്യാം, ഓഫീസിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളോട് പിണങ്ങി നിൽക്കുന്നവർ വരെ നിങ്ങളോട് അനുകൂലമാകും അനുഭവം ഉണ്ടാകുകൊണ്ടാണ് പറഞ്ഞത്. പിണങ്ങി നിൽക്കുന്നവർ വരെ നിങ്ങളോട് ഇങ്ങോട്ട് മിണ്ടിക്കൊണ്ട് വരും, അല്ലെങ്കിൽ അനുകൂലമാകാനുള്ള സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക ബ്ലോക്ക് മാറും, സാമ്പത്തിക തടസ്സങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരും. അത് ഭദ്രകാളി അമ്മയ്ക്ക് പറ്റുന്ന കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, എവിടെ നിന്നും ചെയ്യാവുന്ന കാര്യമാണ്. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞ വരികൾ അതുപോലെ പ്രാർത്ഥിക്കണം. വാഗുണ്ട്, കണ്ണ് തുറന്നു തന്നെ, മനസ്സിലൊന്നുമല്ല. മനസ്സിൽ ജപിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയും, എന്തു പറഞ്ഞോ അത് ചെയ്യുക, അതിൻ്റെ അപ്പുറം ചെയ്യരുത്. നിങ്ങൾക്ക് പലതും മനസ്സിൽ തോന്നും, അതുപോലെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണോ ആ രീതി ഞാൻ പറഞ്ഞു തരും, അതുപോലെ ചെയ്യണം. കാരണം അത് അനുഭവമുള്ള കാര്യങ്ങളും അനുഭവമുള്ള ഒരാൾ പറഞ്ഞു തരുന്നത് അതുപോലെ ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലാകുന്നു. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്ന് കുട്ടികളായിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഒരു ലക്ഷ്യബോധമില്ല. ഇതിൻ്റെ എല്ലാം പുറകെ പോവുക. അതുകൊണ്ട് വരുന്ന കുഴപ്പം എന്നാണെന്നറിയുമോ? ഇപ്പം വിദ്യാഭ്യാസം കൊടുത്തു, ജോലി സമ്പാദിച്ചു, ഇവർക്ക് അപ്പനെ അമ്മയും ചിലപ്പോൾ പല വീടുകളിലും ഞാൻ കാണുന്ന കാര്യം, അപ്പനും അമ്മയുണ്ട്, മക്കൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെയാണ്. അവരിവരെ നോക്കണമെന്നൊന്നുമില്ല. അപ്പം ഇത് എന്തുകൊണ്ടാണെന്നറിയോ? അച്ഛനും അമ്മയും ചെയ്യുന്ന കുഴപ്പം കൊണ്ട് തന്നെയാണത്. അതായത് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ മൂല്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ ഈ കുറേ കഥകൾ പറഞ്ഞു കൊടുക്കണമെന്നല്ല അർത്ഥം. നമ്മൾ എവിടെയും കേൾക്കാം, കുറേ കഥകൾ കേൾക്കാം, കഥകളൊക്കെ അറിയണം, നല്ലത് തന്നെ. പക്ഷെ ഒരുപാട് കഥയുടെ പുറകെ പോകരുത്. നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാറ്റമുണ്ടാകുന്ന ജ്ഞാനം, അറിവല്ല ജ്ഞാനം, അനുഭവത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവം കേട്ടോ. അങ്ങനെയുള്ള കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത് ഭദ്രകാളിയുടെ ധ്യാനം, ശിവൻ്റെ ധ്യാനം, മുരുകൻ്റെ ധ്യാനം, ഉള്ളിൽ മാറ്റമുണ്ടാക്കുന്ന ധ്യാനങ്ങൾ അറിയേണ്ടത്. കഥകൾ കുറച്ചൊക്കെ അറിയേണ്ടതല്ല പറഞ്ഞു. പക്ഷെ കഥകൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടൊന്നും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളെല്ലായിടത്തും കഥകൾ കേൾക്കുന്നുണ്ട്, ചെറുപ്പം മുതലേ പിള്ളേരും കഥകൾ കേൾക്കുന്നുണ്ട്. എന്തു മാറ്റം വരുന്നു? കുറച്ചൊക്കെ അറിയുന്നല്ല, ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി കുറച്ചൊക്കെ കഥകൾ. പക്ഷെ ഒരുപാട് കഥകളുടെ പുറകെ പോകരുത്. ജീവിതം മാറ്റുന്ന ചില ധ്യാന വിദ്യകളുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ പുറകെ പോകണം. ഇപ്പം ഞാൻ പറഞ്ഞു ഇടത്തുകാലം മുന്നോട്ട് വെച്ച് ഭദ്രകാളിയെ വിളിക്കാൻ, അതൊരു വിദ്യയാണ്, ഒരു ടെക്നിക്കാണ്, ഒരു വിദ്യയാണ്. അത് ചെയ്താൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അവിടെ കുറേ കഥ കേട്ടുകൊണ്ടൊന്നും കാര്യം. അത് ചെയ്താൽ തടസ്സം മാറും, അത് ചെയ്താലേ തടസ്സം മാറത്തുള്ളൂ. മനസ്സിലാവുന്നുള്ളൂ? ആ കഥകളൊക്കെ ആവശ്യത്തിന് കേൾക്കണം. കൂടുതൽ അങ്ങ് കഥകളുമായിട്ട് പോകരുത്. അവർക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടി ശരിയായ വിദ്യകൾ പഠിപ്പിക്കണം. ഭദ്രകാളിയുടെ വിദ്യ, ശരനൂൽ വിദ്യ, ശരനൂൽ വിദ്യ എന്ന് പറഞ്ഞാൽ വീഡിയോക്ക് ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് മന്ത്രം ജപിക്കാനൊക്കെ പറയുന്ന വിദ്യകളുമുണ്ട്. അവിടെ ഒരു മൂക്കും അടച്ചു പിടിക്കേണ്ട, ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. സുഖമായിട്ട് ചെയ്യാവുന്ന നല്ല കാര്യം. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. അതിപ്പം പറയുന്ന കേട്ടിട്ടൊന്നും ചെയ്യരുത്. അതായത് ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ശ്വാസത്തെ ശ്രദ്ധിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് കൃഷ്ണൻ്റെ മന്ത്രം ചെല്ലാനുള്ള വിദ്യകളൊക്കെ ഞാൻ പറയുന്നുണ്ട് പല വീഡിയോകളിലും. അപ്പം നമ്മൾ ഈ രണ്ട് മൂക്കിൽ ഒരു മൂക്കും അടച്ചു പിടിക്കേണ്ട, ശ്വാസം എടുക്കുകയും വിടുക എല്ലാം ചെയ്യാം. ജസ്റ്റ് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്താൽ മതി, നിങ്ങളുടെ ജീവിതം മാറും. അതുപോലെ വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ശിവായ എന്ന് ജപിച്ച് ഇടതുമൂക്കിലൂടെ ക്ലെയിമെന്ന് വിടുക. നമ്മൾ ഏത് കാര്യം ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചവരുണ്ട്. അവിടെ ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട, രണ്ട് മൂക്കും തുറന്ന് പിടിക്കാം, ശ്വാസം എടുത്ത് വിടാം, ഒന്നും ചെയ്യാം. ശ്വാസം സാധാരണ പോലെ എടുത്ത് വിടാം. സങ്കല്പിച്ചാണ് ചെയ്യുന്നത്, സങ്കല്പമാണ്. അങ്ങനെയുള്ള എത്രയോ വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാതെ കുറേ തത്വങ്ങളോ കഥകളോ അതൊന്നും അല്ല ജീവിതം മാറ്റുന്നത്. പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തി, ആക്ഷൻ ആണ് ജീവിതം മാറ്റുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ച് ജീവിതം മാറത്തുള്ളൂ. അതിന് വിദ്യകളുണ്ട്, ചെയ്യാൻ വിദ്യകളുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? ചെയ്യാൻ വിദ്യകളുണ്ട്, ആ വിദ്യകളാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വീടുകളിൽ സത്സംഗങ്ങൾ ചെയ്യണം. ഒരു ക്ഷേത്രം നിങ്ങളുടെ അടുത്തുണ്ടെന്ന് വിചാരിച്ചു, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു സത്സംഗ സമിതികൾ രൂപീകരിച്ച് അതിൽ നല്ല അറിവ് വിവരമുള്ള ആളുകളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ. അവരൊക്കെ മുൻകൈ എടുത്ത്
എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച്, സാധാരണക്കാരെ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് സത്സംഗ സമിതികൾ രൂപീകരിച്ച് ഓരോ വീടുകളിലും മാസത്തിൽ ഒരു തവണയെങ്കിലും കയറി ഇറങ്ങി അവർക്ക് വേണ്ട ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ എല്ലാവരും കൂടെ ഏറ്റെടുത്ത്, അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഏതൊരു കാര്യം പരിഹരിക്കാം. ഓരോരുത്തർക്കും പല പല പ്രശ്നങ്ങൾ കാണും. അത് എല്ലാവരും കൂടെ ചർച്ച ചെയ്താൽ എല്ലാവരുടെയും സഹായം ഉണ്ടായാൽ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും സഹായമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അതോടൊപ്പം ആഴ്ചകളിൽ ഞായറാഴ്ചയൊക്കെ ക്ഷേത്രത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു സത്സംഗങ്ങൾ രൂപീകരിച്ച് നല്ല ക്ലാസ്സുകൾ നടത്തുക. കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാം കുറേ കഥകൾ അങ്ങ് അടിച്ചു വിടുകയല്ല, അത് നല്ലത് തന്നെ. പക്ഷേ ആവശ്യത്തിന് മതി. അത് അവരുടെ ജീവിതം മാറാനുള്ള വിദ്യകൾ പഠിപ്പിക്കണം. മനസ്സിലായി? ധ്യാനങ്ങളെ അല്ലെങ്കിൽ ഒരു ഭദ്രകാളിയെക്കുറിച്ച് തന്നെ, ഭദ്രകാളി വിദ്യ ശരിയായിട്ട് അറിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരും. അത് വിദ്യ ചെയ്യണം, അല്ലാതെ കഥ കേട്ടിട്ട് അതിൻ്റെ അകത്ത് കാര്യമില്ല. ഞാനിപ്പോൾ ഇടതുകാലം മുന്നോട്ട് വെച്ച് ഭദ്രകാളിയെ വിളിക്കേണ്ട ഒരു വിദ്യ വരച്ചു. കുളി കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകിയിട്ട്, കുളി കഴിഞ്ഞ് വീണ്ടും കൈയും കാലും മുഖം കഴുകാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ശരീരത്തിന് ജലം തൊടുമ്പോൾ ഒരു ഉണർവുണ്ടാകുമ്പോൾ മനസ്സ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക്, ആ നിമിഷത്തിലേക്ക് വരും. പാസ്റ്റിലും ഫ്യൂച്ചറിലും മനസ്സ് പോകത്തില്ല. നമ്മുടെ ശരീരത്തിൽ വെള്ളം വീണുമ്പോൾ നമ്മൾ ആ നിമിഷത്തിലേക്ക് വരും. അതുകൊണ്ടാണ് വെള്ളം നനച്ചിട്ട് വിദ്യ ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെയുള്ള അറിവുകളാണ്, ഇങ്ങനെയുള്ള വിദ്യകളാണ് കുട്ടികൾക്ക് ആവശ്യം. അല്ലേ ചുമ്മാ കുറേ കഥകൾ കേട്ട് എപ്പോഴും കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും കുട്ടികൾക്ക് അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടാകണമെന്നില്ല. അവർ വീണ്ടും പഴയ പോലെ അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി, സ്കില്ല്, അവർ മിടുക്കന്മാരാണെങ്കിൽ ഭദ്രകാളിയുടെ വിദ്യ ചെയ്യണം. കഥകളൊക്കെ ആവശ്യത്തിന് അറിയണം, അത് നല്ലത് തന്നെ. പക്ഷെ നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ടുള്ള ഇതുപോലുള്ള നല്ല വിദ്യകളാണ്. അപ്പം അങ്ങനെയുള്ള വിദ്യകൾ, അറിവുകൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവരെ ധ്യാനിക്കാൻ പഠിപ്പിക്കുക, അവരുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുക, അവർക്ക് എവിടെയും വിജയിക്കാൻ പഠിപ്പിക്കുക, അവരെ കരുത്തരാകാൻ പഠിപ്പിക്കുക. ധൈര്യം ഉണ്ടാകാൻ ഭദ്രകാളി വിദ്യ കൊണ്ട് പെട്ടെന്ന് ജീവിതത്തിൽ ധൈര്യം ഉണ്ടാകാനും ഭദ്രകാളി വിദ്യ തന്നെയാണ്. ഭയം മാറും, ഭയത്തെ മാറ്റുന്നതാണ് ഭദ്രകാളി. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ദേവതകളെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓരോരോ കാര്യങ്ങൾ പിള്ളേരെ സത്സംഗത്തിലൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ നിങ്ങളെ നോക്കും. കാരണം അവൻ്റെ ബോധം ഉണരും, അവൻ്റെ ധാർമ്മിക ചിന്ത, ഉള്ളിലുള്ള ഈശ്വരബോധം ഉണരുമ്പോൾ ധാർമ്മികമായ ചിന്ത ഉണ്ടാകും. ആ പിള്ളേർ നിങ്ങളെ നോക്കും, ആ പിള്ളേർ മിടുക്കന്മാരാകും. അന്നാൽ സമൂഹത്തിനും കുടുംബത്തിനും നല്ലതായിട്ട് വരും. അല്ലാത്തമാർ പോയ വഴിയെ പോകും. ഇംഗ്ലണ്ടിൽ പോയാൽ അവിടെ സെറ്റിലാകും. നാട്ടിലെ അമ്മയും അച്ഛനും വേറെ ഹോം നേഴ്സിനെ വെച്ചോ ഇങ്ങനെ ജീവിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹോം നേഴ്സിനെ വെക്കാതായിരിക്കും. പ്രായമാകുമ്പോൾ നടക്കാനിരിക്കാനോ വയ്യാത്ത അവസ്ഥ ആരും നോക്കാൻ കാണത്തില്ല. കാരണം അവനെ പഠിപ്പിച്ചു വിടുന്ന അതാണ്. അവന് ഈ കഥകളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊന്നും മാറ്റം വരത്തില്ല. അവനെ പഠിപ്പിക്കേണ്ട, അവൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാകാനുള്ള വിദ്യകൾ പഠിപ്പിക്കണം. അപ്പോഴേ അവൻ മാറും. അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളെ നോക്കും, സമൂഹത്തിന് ഗുണമായിരിക്കും. അപ്പോൾ അവർ മോശമായ കൂട്ടുകെട്ടി പോകത്തില്ല. അവരൊരു കല്യാണം കഴിച്ചാലും ആ ഭാര്യയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റും. കാരണം കുട്ടികളെ പഠിപ്പിക്കണം. എന്താണ് കല്യാണം, എന്താണ് വിവാഹം. ഇപ്പം കുട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ സ്ത്രീയും പുരുഷനും ചേരുന്നു, അതിനപ്പുറത്ത് ചില തലങ്ങളുണ്ട്. വിവാഹം എന്താണ്? നമ്മുടെ ഷോഡശ ആചാരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. ഷോഡശ ആചാരങ്ങളിൽ ഒന്നാണ് വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരങ്ങൾ യോജിക്കുക മാത്രമല്ല, രണ്ട് മനസ്സുകൾ കൂടെ യോജിക്കുകയാണ്. അവിടെ ഉണ്ടാകേണ്ടത് ലൈംഗികമായ സ്നേഹത്തിനപ്പുറം അതും വേണം. അതിനപ്പുറം ദിവ്യമായ ഒരു സ്നേഹം ഉണ്ടായി വരുമ്പോഴാണ് ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഈശ്വര തുല്യമായിട്ട് കാണുന്നതും ആ ബന്ധം ഒരിക്കലും പിരിയത്തുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെയാണ് വിവാഹത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. നമ്മൾ ഷോഡശ ആചാരത്തിനകത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതൊക്കെ പഠിപ്പിക്കാം. അതുപോലെ വിവാഹം എന്തിനു നമ്മൾ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നു? ക്ഷേത്രത്തിൻ്റെ അകവും പുറവും ഈശ്വരീയമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ ദൈവാധീനമുണ്ട്, ആ നന്മയുണ്ട്. അപ്പോൾ ആ ഈശ്വരാധീനത്തിൽ വെച്ച്, ആ ഈശ്വരാധീനമുള്ള സ്ഥലത്ത് വെച്ച്, ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിൽ വെച്ച്, അതായത് മാതാപിതാക്കൾ ആ കൈ പിടിച്ച്, പെണ്ണിൻ്റെ കൈ പിടിച്ച് ആ പുരുഷൻ്റെ പിടിച്ച് കൈ ചേർത്ത് അനുഗ്രഹിക്കുകയാണ്. കാരണം അതൊരു വലിയ അനുഗ്രഹമാണ്. മാതാവിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ക്ഷേത്രസന്നിധിയിൽ വെച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു ആരംഭം കുറിക്കുകയാണ്. അതിന് ദൈവാധീനമുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ
മനസ്സിലാക്കാതെ പോയി ചെയ്തുകൊണ്ട് അത്രയും നമുക്കത് നമുക്കത് ഗുണം ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി ചെയ്തു കഴിയുമ്പം, അതുപോലെ വിവാഹ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെ നമ്മൾ പിന്നെ പ്രദക്ഷിണമൊക്കെ വെച്ച് വലം വെച്ച് നമ്മൾ പ്രാർത്ഥനയോടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ താലി കെട്ടുന്നു, ദേവസന്നിധിയിൽ വെച്ച് അല്ലെങ്കിൽ ദേവീ സന്നിധിയിൽ വെച്ച്. ഇതൊക്കെ മനസ്സിലാക്കി ചെയ്താൽ ആ ബന്ധം ഒരിക്കലും പിരിയത്തില്ല. മനസ്സിലാക്കി ചെയ്താൽ, കാരണം അത് ദൈവികതയും കൂടെ വരുന്നുണ്ട്. മനസ്സിലാക്കാതെ ചെയ്താൽ അത് അത്ര പ്രയോജനം ഉണ്ടാകണമെന്നില്ല. ദൈവികതയും കൂടെ അതിൽ വരുന്നുണ്ട്, അത് മനസ്സിലാക്കണം. ജീവിതത്തെ ഒരു ദൈവികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. പിന്നെ അന്നദാനം നടത്തുന്നു, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അത് ഏറ്റവും മഹത്തരമാണ്. കല്യാണം കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചോറൂണിനുള്ള പരിപാടികളാണ്. അപ്പോൾ അത് അന്നദാനം ചെയ്യുമ്പോൾ അതിന് പുണ്യം കിട്ടുന്നത് ആ ചെറുക്കനും പെണ്ണിനുമാണ്, ആ കുടുംബത്തിനും കൂടാണ്. അന്നദാനത്തിൻ്റെ പുണ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമാണ്. അന്നം ബ്രഹ്മം തന്നെയാണ്. അത് ക്ഷേത്ര സന്നിധി വെച്ച് ചെയ്യുകയാണ്. ഇതിപ്പം പലരും ഹാളിലും അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ, അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലങ്ങളും അത് ദൈവികമായ സന്നിധി വെച്ച് ചെയ്യുന്ന പ്രത്യേക ഗുണമാണ്. എന്നുവെച്ചാൽ മോശമാണെന്നല്ല പറഞ്ഞത്, നല്ലത് തന്നെ. പക്ഷേ നല്ല ദൈവികമായ സന്നിധി വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ നല്ലതാണ്. ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക് അത് എത്ര പുണ്യമാണെന്നറിയോ. അപ്പം വിവാഹത്തെ നമ്മുടെ ആചാര്യന്മാർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അച്ഛൻ്റെ അമ്മയും കൂടെ കൈപിടിച്ച് വരന് കൊടുക്കുന്നു, അവരുടെ അനുഗ്രഹം കിട്ടുന്നു, ക്ഷേത്ര സന്നിധി വെച്ച് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അന്നദാനം നടത്തുന്നു. എത്ര പുണ്യകർമ്മമായിട്ടാണ് അത് നമ്മുടെ ആചാര്യന്മാർ ആ വിവാഹത്തെ തന്നെ നിർവചിച്ചിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി അത് ചെയ്താൽ ആ വിവാഹം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും ജീവിത അന്ത്യം വരെ നല്ല ഒരു ഏറ്റവും ശ്രേയസ്സായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതിലെ ആത്മീയതയും കൂടെ മനസ്സിലാക്കുക, അതിൻ്റെ ലൗകികതയും ആത്മീയതയും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും അത് സന്തുഷ്ടമായ ജീവിതമാകുന്നത്. അങ്ങനെയുള്ള പുരുഷൻ ഭാര്യയെ ബഹുമാനിക്കും, ഭാര്യ പുരുഷനെ ബഹുമാനിക്കും. അങ്ങനെയുള്ളതാണ് ഇപ്പം ഭാര്യ ആണെങ്കിലും ഭർത്താവിനെ പതിയെ ഈശ്വരനായിട്ട് കാണുന്ന ഇങ്ങനെയുള്ള ദൈവികതയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ പുരുഷനാണെങ്കിലും ഭാര്യയെ ദേവിയായിട്ട് കാണുന്നു. അതായത് നമ്മൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വധുവിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വീട്ടിലെ ആളുകൾ അഷ്ടമംഗല്യം കൊണ്ട് വരവേൽക്കുന്നു. എന്തിനാ വിളക്കൊക്കെ കത്തിച്ച് വരവേൽക്കുന്നത്? എന്നാൽ കയ്യെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റിയാൽ പോരെ? കേരളത്തിലെ കയ്യെ പിടിച്ച് കയറിയാൽ വിളക്ക് അഷ്ടമംഗല്യം അല്ലെ വിളക്ക് കത്തിച്ച് വരവേൽക്കുന്നത് എന്തിനാണ്? അഗ്നിയുടെ സാന്നിധ്യത്തിൽ. അഗ്നി പരിശുദ്ധമാണ്, സത്യമുള്ളതാണ്, അവിടെ ഒരു ഈശ്വരീയതയാണ്. മാത്രമല്ല കല്യാണം കഴിച്ചു വരുന്നത് കുലവധുവിനെ ദേവിയായിട്ടാണ് കാണുന്നത്. കാരണം കല്യാണം കഴിച്ചു വരുന്ന ആ പെൺകുട്ടിയുടെ ഐശ്വര്യവും നന്മയും ഒക്കെ ആ മക്കൾക്കും ഗുണം ചെയ്യും, ആ കുടുംബത്തിനും ഗുണം ചെയ്യും. അതുകൊണ്ട് കുലവധു ദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ എത്ര മഹത്തരമായിരിക്കും ജീവിതം, എത്ര സന്തോഷപ്രദമായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഷോഡശ ആചാരങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കുട്ടികളൊക്കെ നല്ല രീതിയിലുള്ള വിവാഹ ജീവിതം പുലർത്തുകയും ചെയ്യും. അവരൊക്കെ നല്ല സന്താനങ്ങൾക്കും നല്ല രീതിയിലുള്ള സന്താനങ്ങൾ അവർക്ക് ഉണ്ടാകുകയും ചെയ്യും. അവർക്കും നന്മയുണ്ടാകും. കുട്ടികൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പോലും അച്ഛനെയും അമ്മയും ഇവർ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? ഇവരെ പഠിപ്പിക്കുന്നത് പോലെ അവർ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഇവരെ പണം ഉണ്ടാക്കാൻ മാത്രം പഠിപ്പിച്ചാൽ അത് അവർ ചെയ്യും, അത്രയേ ഉള്ളൂ. അവർക്ക് അച്ഛനെയും അമ്മയും വേണമെന്നില്ല. അവർ ഹോം നേഴ്സിനെ വെക്കും, അവരവരുടെ പാടിന് പോകും. അതായത് ഇപ്പോൾ പലയിടത്തും കാണുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അവരെ ആ ഒരു ദൈവികമായ ജീവിതത്തിൻ്റെ ആ ഒരു ഭാഗം കൂടെ പഠിപ്പിക്കണം. അതിന് സത്സംഗങ്ങൾ വേണം. സത്സംഗങ്ങൾ ഇന്ന് ചുമ്മാ കുറേ കഥ പറയുകയല്ല, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ജീവിതം മാറുന്ന കാര്യങ്ങൾ, ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ, ജീവിതത്തിനുള്ള മൂല്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ചില ധ്യാനങ്ങൾ, അങ്ങനെയുള്ള മൂല്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. പിന്നെ കഥയും പറയാം, അതിനകത്ത് തെറ്റൊന്നുമില്ല, നല്ല സന്ദേശമുള്ള. പക്ഷെ ഒരുപാട് കഥയായി പോകരുത്. ഒരുപാട് കഥയായി പോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ മനസ്സിലാകുന്നു പോകും. അവൻ്റെ ഉള്ളിൽ മാറ്റമുണ്ടാക്കുന്ന മൂല്യമുള്ള കാര്യങ്ങളും ധ്യാനവിദ്യകളും യോഗവിദ്യകളും ഒക്കെ പഠിപ്പിക്കണം ചെറുപ്പം മുതൽ. കുട്ടികൾ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. അതൊരു ഷാർപ്പ് ഇൻ്റലിജൻസ് ആയിരിക്കും. ഞാനിപ്പോഴും പറയും അനാഹത ചക്രത്തിലുള്ള ധ്യാനം എന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചിൻ്റെ അത് ഒരാളിൽ നിന്ന് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഞാൻ വെറുതെ അറിവിന് വേണ്ടി പറയുന്നുള്ളൂ. അത് ശരിയായിട്ട് ചെയ്താൽ തന്നെ ആ കുട്ടികൾ പഠിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും, ജോലിയിൽ ഏറ്റവും മിടുക്കരായിരിക്കും, ഷാർപ്പ് ഇൻ്റലിജൻസ് ആയിരിക്കും, ഗ്രാസ്പിംഗ് പവർ ഉണ്ടായിരിക്കും അനാഹത ചക്രത്തെ ധ്യാനിച്ചാൽ. ഇങ്ങനെയുള്ള നല്ല ഒരു ഗുരുവിൽ നിന്ന് വേണം അതൊക്കെ പഠിക്കാൻ. അങ്ങനെയുള്ള എത്രയോ നല്ല കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. അതുപോലെ ഭയം മാറാനുള്ള വിദ്യ. വൈകിട്ട് അല്പനേരം കണ്ണ് തുറന്ന് ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഇരുട്ടിനെ നോക്കി അല്പനേരം ഇരിക്കുക. എന്നിട്ട് ആ ഇരുട്ട് കണ്ണിക്കൂടെ ഇറങ്ങി ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കണ്ണ് തുറന്ന്
കണ്ണ് മാക്സിമം അടയ്ക്കാതിരിക്കുക. പിന്നെ ഇടയ്ക്ക് അടഞ്ഞാലും കുഴപ്പമില്ല, കണ്ണ് തുറന്ന് ചെയ്യുക. ഇതൊരു 5 മിനിറ്റ് നിത്യേന വൈകിട്ട് ചെയ്യുക. ആ കുട്ടിക്ക് ഭയം ഉണ്ടാകത്തില്ല. കാരണം ആ കറുപ്പെന്ന് പറയുന്നത് അത് ബ്രഹ്മം തന്നെയാണ്, ഭദ്രകാളി തന്നെയാണ്. ആ കുട്ടികൾക്ക് ഭയം ഉണ്ടാകത്തില്ല. ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു വിദ്യയാണ്, ഇത് പഠിപ്പിക്കേണ്ട വിദ്യയാണ്. പഠിപ്പിച്ചാലേ അറിയത്തുള്ളൂ, അല്ലാതെ അറിയത്തില്ല. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരാൾ മാറണമെങ്കിൽ മാറാനുള്ള കാര്യം ചെയ്യണം. ആക്ഷൻ, പ്രവൃത്തി ചെയ്യണം. ഡു ഇറ്റ്. എന്തെങ്കിലും ചെയ്താലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. കുറേ കാര്യങ്ങൾ കേട്ടോണ്ടോ അറിഞ്ഞുകൊണ്ടോ മാത്രം മാറത്തില്ല. നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകാനുള്ള വിദ്യകൾ ചെയ്യണം. എൻ്റെ 1500-ലേറെ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല ഇതുപോലുള്ള വിദ്യകളാണ്. എനിക്കെന്നെ കഥ അറിയാൻ വേണ്ടിയിട്ടോ. ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം പുസ്തകത്തിൽ എന്തെല്ലാം കഥകളാണ്, പുരാണ കഥകൾ. എനിക്ക് എല്ലാം ഓരോ വീഡിയോയിലും പറയാൻ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകും. അതിന് ചില വിദ്യകൾ ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ വെളിയിൽ മാറ്റം ഉണ്ടാകുന്നത്. അതാണ്. പിന്നെ അത്യാവശ്യത്തിന് കഥയും കാര്യങ്ങളും അറിയുന്നതിൽ തെറ്റില്ല. അപ്പം ഇത് ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സത്സംഗ സമിതി രൂപീകരിച്ച് ഞായറാഴ്ചകളിൽ ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും ഇതുപോലെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. മാസത്തിൽ ഓരോ ദിവസം ഓരോ വീടുകളും കയറി ഇറങ്ങി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് സഹായം വേണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പല സഹായങ്ങളും ചെയ്യുക. അവരുടെ പല കാര്യങ്ങളിലും എല്ലാവരും പങ്കുചേരുക. അപ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ വിശന്ന് വരുന്നവരൊക്കെ അവരുടെ ആഹാരം പൂർണ്ണ മനസ്സോടെ കൊടുത്തു നോക്കി. നിങ്ങൾക്ക് വേണ്ടി കഴിക്കുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാകത്തില്ല. മറ്റൊരാൾക്ക് വേണ്ടി അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് അതിന് കാരണം എന്തോ? നമ്മൾ കഴിക്കുമ്പോഴല്ലേ ശരിക്കും നമുക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷെ അതിനെക്കാട്ടി സന്തോഷം ഉണ്ടാകുന്നു വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ ഒരു ഈശ്വരീയത അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഹരിക്കുമ്പോഴും അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമ്പോഴും നമ്മുടെ ഉള്ളിലെ ഈശ്വരീയത വർദ്ധിച്ചു വരും. അതുകൊണ്ടാണ് കൂട്ടായ പ്രവർത്തനങ്ങൾ, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, സത്സംഗങ്ങൾ ഇതൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് എനഫ്. പോയിൻ്റ് ഔട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ് കറക്റ്റ് പോയിന്റിലേക്ക് വന്നതാണ്. ഇതിനപ്പുറത്ത് പറയാനില്ല. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കണ്ട് പലരും ഇതുപോലെ പലയിടത്തും സത്സംഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് മാറ്റങ്ങൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നത് ജ്ഞാനം പകർന്നു തരാനാണ്. അല്ലാതെ എന്നെ എല്ലാവരും കൂടി ആദരിക്കാനോ എന്നെ പുകഴ്ത്താനോ എനിക്ക് ഓടി നടക്കാനോ ഒന്നുമല്ല. എനിക്കുള്ള ജ്ഞാനം, എനിക്ക് ഈശ്വരൻ തന്ന ജ്ഞാനം ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളിവിടെ നിന്ന് പോകും. അല്ലാതെ നമുക്ക് പേരെടുക്കാനോ പ്രശസ്തി എടുക്കാനോ അല്ലെ എല്ലാവരും ഒരു ആദരിക്കാനോ പുകഴ്ത്താനോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ആ ഈശ്വരവിദ്യ ശാസ്ത്രവിദ്യ ചെയ്യുന്ന ആളാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ ആ സത്യമായ ജ്ഞാനം ലോകത്തിന് പകർന്നു കൊടുക്കുക വേണ്ടി മാത്രമാണ്. അതിന് ഈശ്വരന് നന്ദി, ഈ നിമിഷത്തിന് നന്ദി. നമ്മുടെ കർമ്മം കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് പോകും. ഞാനെന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഓം ശരവണ ഭവ.